പലരും ചോദിക്കുന്നില്ലേ അപ്പം എങ്ങനെ ഉണ്ടാക്കുക, അപ്പം മാവ് എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കും കൺഫ്യൂഷനോ ടെൻഷനോ വേണ്ട. പുഷ്പം ഉണ്ടാക്കിയ പോലത്തെ മാവും അതുപോലെ ആപ്പും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എപ്പോഴത്തെയും ഇതുപോലത്തെ ഒരു ആപ്പം കാണാൻ കഴിയില്ല. അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് സൂപ്പറാണ്. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ആപ്പമാവ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ളതാണ്. അതെന്താ ഞാനിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ വേറൊരു വീഡിയോന് വേണ്ടി ഞാൻ ആപ്പ് ഒഴിക്കേണ്ടി വന്നു. അപ്പോൾ അത് കണ്ട ശേഷം എല്ലാവരും ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ മാവ് തയ്യാറിച്ചത് എന്ന്. അത് കാണിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് കഴിക്കാം. അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരിയാണ്. പച്ചരി എന്ന് വെച്ചാൽ നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ പച്ചരി ആവണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാനിതിൽ 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു തേങ്ങ നല്ല ചിരവിയത്, ഇതിൻ്റെ പാലാണ് എടുക്കുന്നത്. ഉഴുന്ന്, പഞ്ചസാര, ഈ തേങ്ങൻ്റെ വെള്ളമാണിത്. ഒരു തേങ്ങൻ്റെ വെള്ളം, അതായത് നമ്മൾ ചിരകി വെച്ച തേങ്ങൻ്റെ ഒരു നാളികേരത്തിൻ്റെ വെള്ളമാണിത്. ചോറ് ഇന്നലത്തെ ചോറാണെങ്കിലും ശരി, ഇന്ന് വെച്ച ചോറാണെങ്കിലും ശരി, ചോറ് എടുത്തിട്ടുണ്ട്. ഉപ്പ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ആപ്പമാവ് തയ്യാറാക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾക്കിത് വേണ്ടത് വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൽ ഉഴുന്നും പിന്നെ അരിയും കൂടിയിട്ടാണ് വെള്ളത്തിലിടേണ്ടത്. ഞാൻ അത് എങ്ങനെയാണ് വെള്ളത്തിലിടുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പച്ചരി 3 ടേബിൾ സ്പൂൺ ഉഴുന്നിടണം. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് അരിയിൽ തന്നെ ഇട്ടോളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ കഴുകിയിട്ട് കുതിരാൻ വെക്കാം. ഇപ്പൊ അരി ഉഴുന്നും തന്നെ ഇതിൽ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുതിർന്ന്, അതായത് 5 മണിക്കൂറോ 6 മണിക്കൂറോ കുതിരാൻ വെക്കുക. ചിലവർക്ക് ജോലി ഉണ്ടാവും. അപ്പൊ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ മാവ് അരച്ച് വെച്ചും കൊണ്ട് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് വന്നിട്ട് ഒഴിക്കാം. അത്ര സമയമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു 8-9 മണിക്ക് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോണ തിരക്കി തന്നെ, ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അരച്ചിട്ട് നമുക്ക് വെളിയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അത്രയും സമയം വെച്ചോളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വെള്ളത്തിലിടുന്നത് വെച്ചാൽ ഒരു 5 മണിക്കൂറെങ്കിലും നല്ലോണം കുതിരണം. കുതിർന്ന ശേഷമേ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മാവ് നല്ലോണം പൊങ്ങും വേണം. ആ പൊങ്ങുന്നതിനാണ് ഞാൻ ഈ നാളികേര വെള്ളം കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈസ്റ്റ് ഇടണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഈസ്റ്റ് ഇഷ്ടമാണ്, ചിലവർക്ക് ഈസ്റ്റ് ഇഷ്ടമല്ല. ആ ഈസ്റ്റ് കൂടി ചേർത്താണ്ടിരിക്കണ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ നാളികേര വെള്ളം നമ്മൾ അരച്ച ശേഷം ഒഴിച്ച് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം മാവ് നല്ലോണം പൊങ്ങി വരും. അപ്പം നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് കുതിരട്ടെ. എന്നിട്ട് അരയ്ക്കുന്നതും കൂടി ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ നല്ലോണം മൂടി വെക്കാം. അരി ഉഴുന്നും നമ്മൾ ഒന്നിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. 5 മണിക്കൂറായി. അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നോക്കിക്കോളൂ, നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഞാൻ നല്ലപോലെ കഴുകി വെച്ചതാണ്. ഇതാ നോക്കിക്കോളൂ, ഇതാണ്ടല്ലോ ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്നിരിക്കുന്നത്. 5 മണിക്കൂറായപ്പോൾ ഉണ്ട്. ഇത് ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്. എങ്ങനെ അരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ജാറെടുക്കണം. ജാറെടുത്ത് ഇതിനെ നല്ലപോലെ ഒന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ വെള്ളം കളഞ്ഞോളൂ. എന്നിട്ട് ഇങ്ങനെ കുറച്ചിട്ട് അരയ്ക്കും. നാളികേരത്തിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ നാളികേരത്തിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരയ്ക്കാം. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതാ നന്നായി അരഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. വെള്ളം കുറവാക്കിയിട്ട് വേണം അരയ്ക്കണമെങ്കിൽ. നാളികേര വെള്ളം ഒഴിക്കുക. നമ്മൾക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ പരുവത്തിൽ കറക്റ്റായിട്ട് അരച്ചെടുക്കണം. വേറെ വെള്ളം ചേർത്തണ്ട. ഒന്നില്ലെങ്കിൽ ആ തേങ്ങ നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് അരയ്ക്കുക, ഇല്ലെങ്കിൽ നാളികേര വെള്ളം ചേർത്ത് അരയ്ക്കുക. വെള്ളം കൂടാനും കുറയാനും ഒന്നും പാടില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. വീണ്ടും നമ്മൾ അതേപോലെ വെള്ളം നല്ലപോലെ കളഞ്ഞിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. കട്ടിയിൽ വെള്ളം ഒഴിക്കണത് നാളികേരപ്പാൽ വെള്ളം, ഇല്ലെങ്കിൽ തേങ്ങ വെള്ളം, ഇത് ചേർത്തിട്ടേ അരയ്ക്കാവൂ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരിക്കൽ അരച്ചെടുത്തു. ഇനി ഒരിക്കൽ നമുക്ക് അരയ്ക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ചോറിട്ട് അരയ്ക്കണം. അത് തണുത്ത ചോറായാലും ശരി, ഇന്ന് വെച്ചതായാലും ശരി, ഇന്നലത്തെ ചോറായാലും ശരി, അത് 2 സ്പൂണിട്ട് അരയ്ക്കണം. ഇതാ ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. ടേബിൾ സ്പൂണാണ്, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ബാക്കി നാളികേര വെള്ളം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ ചോറിട്ടത് നല്ല ടേസ്റ്റ് കിട്ടും. നല്ല ഈ എന്താ പറയുക,
നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ചോറ് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇട്ടാൽ നല്ലതായിരിക്കും. എല്ലാവരും ആപ്പത്തിന് നമ്മൾ ആ ചോറ് ഇടുന്നതായിരിക്കും. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മാവ് അരച്ച് കഴിഞ്ഞു, നോക്കിക്കോളൂ. നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വലിയ പാത്രത്തിലാക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ ഇതിൽ ചെറിയ പാത്രമാണ്, നല്ല പൊങ്ങി വരും. ഇതിൽ ഇനിയിപ്പോൾ വേണ്ടത് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇട്ടോളൂ, പക്ഷെ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. നല്ല ടേസ്റ്റിക്കും അതിൻ്റെ സൈഡൊക്കെ ബ്രൗൺ കളറായി വരുമല്ലോ ആപ്പത്തിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കണം. നോക്കിക്കോളൂ, നിറച്ച് 2 സ്പൂൺ ഇട്ടോളൂ. ഉപ്പ് അത് നിങ്ങൾക്ക് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് ഒരൊറ്റ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കുക. നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിങ്ങനെ ഇരിക്കണം. നമുക്ക് ആപ്പച്ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഈ പാകം മതി. അപ്പോഴേക്ക് നമ്മൾക്ക് ഇത് കട്ടിയാവും, ഇത്തിരിയും കൂടി കട്ടിയാവും കുറച്ച് നേരം കഴിഞ്ഞാൽ. നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്നും ചെയ്യണ്ട, മൂടി വെക്കാം. അപ്പോൾ സമയം ഒരു 5 മണിയായിട്ട് ഞാൻ രാവിലെയാണ് ഇനി ഇത് ചുടുള്ളൂ. അപ്പോഴേക്ക് നല്ല പുളിച്ച് കറക്റ്റായിരിക്കും നമ്മൾക്ക് ചുടാൻ. ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അരച്ച് വെച്ചാൽ നമുക്ക് വൈകിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ 5 മണി 5:30 ആയി കഴിഞ്ഞു, 6 മണി ആവാറായി. അപ്പോഴാണ് ഞാൻ അരച്ചത്. ഇനി ഇത് രാവിലെയാണ് ഞാൻ ചുടുള്ളൂ. അപ്പം നിങ്ങൾക്ക് രാവിലെ ചുടണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 5, 5:30, 6 മണിൻ്റെ ഉള്ളിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഒരു 8 മണി 8:30 9 മണിക്കെങ്കിലും അരച്ച് വെക്കണം. എന്നാലേ നമുക്കൊരു രാത്രി 7:30 8 മണിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് നാളെ ചുടുള്ളൂ. അപ്പം നല്ലപോലെ ഒന്ന് പുളിക്കട്ടെ. നമ്മളപ്പോൾ ഒന്ന് മൂടി വെക്കാം. അപ്പം ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവ് എന്ന് പറഞ്ഞല്ലോ, അപ്പം ആ മാവിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, മാവ് പൊങ്ങി എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കണം. നല്ല പുളി മണമൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം, അപ്പോൾ മാവ് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആപ്പച്ചട്ടി ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ ആപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് ആപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ആപ്പച്ചട്ടി ഒന്ന് നല്ലപോലെ ചൂടാവണം, എന്നാലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് നന്നായി ചൂടാവട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ കല്ല് ചൂടായിട്ടുണ്ട്. നമ്മളപ്പം എന്ത് ചെയ്യണം, ഒന്ന് കമ്മിയാക്കി വെച്ചിരിക്കണം. ഇത് നമ്മൾ ഒഴിക്കാൻ പോണതിൻ്റെ ഇത്തിരി മുമ്പ് കമ്മിയാക്കി വെച്ച് നമ്മളിപ്പോൾ ഇതങ്ങനെ ഒരു തവിയെ ഞാൻ ഒഴിക്കുന്നുള്ളൂ. നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം, ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പം എങ്ങനെ ഇരിക്കണമെന്നൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചുറ്റും കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? ഇതവിടെ മേലെയൊക്കെ നല്ല വിശ്വസിനായിട്ട്. ഇനി നമുക്കിതിനെ എടുത്തു കൊടുക്കാം. ഒരു ഭാഗം എടുക്കേണ്ട താമസമുള്ളൂ, പിന്നെ അതിങ്ങനെ വന്നോളൂ. എങ്ങനെ ഇരിക്കണം നമ്മുടെ ആപ്പം. ഇനി നമുക്ക് അടുത്തതൊന്നും കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു സൈഡ് എടുത്താൽ മതി, പിന്നെ നമുക്ക് തന്നെ അത് അങ്ങോട്ട് കിട്ടിക്കോളും. ഇതാ ഇങ്ങനെ. പിന്നെ നമുക്ക് ഇനി ഈസിയായി ചുട്ട് അങ്ങനെ എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പച്ചട്ടിയാണ് വെച്ചാൽ എണ്ണ ഒഴിച്ചോളൂ. ഈ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിൽ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യങ്ങളേ വരുന്നില്ല. ബാക്കിയെല്ലാം ഒന്ന് ചുട്ടിട്ട് കാണാം. ഞാൻ ഈ ആപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുട്ട റോസ്റ്റും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതും കൂടെ മുട്ടയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കി ഇടാം. അപ്പൊ ബാബു, നമ്മുടെ മുട്ട റോസ്റ്റും ആപ്പും റെഡി ആയിട്ടുണ്ട്. നല്ല പൊളപ്പൻ ആപ്പവും അടിപൊളി മുട്ട റോസ്റ്റും നമ്മുടെ പുഷ്പമ്മന്റെ സ്പെഷ്യൽ. ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചെയ്തതാണ് കേട്ടോ. പലരും ചോദിക്കുന്നില്ലേ ആപ്പം എങ്ങനെ ഉണ്ടാക്കുക, ആപ്പം മാവ് എങ്ങനെ ഉണ്ടാക്കുക. ഇനിയിപ്പോ ആർക്കും കൺഫ്യൂഷനോ ടെൻഷനോ വേണ്ട. പുഷ്പമ്മ ഉണ്ടാക്കിയ പോലത്തെ മാവും അതുപോലെ ആപ്പും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ
എപ്പോഴത്തെയും ഇതുപോലത്തെ ഒരു ആപ്പം കാണാൻ കഴിയില്ല. അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് സൂപ്പറാണ്. കഴിച്ചു നോക്കിയാലേ ഇതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇത് കണ്ണം തന്നെ അറിയാം, ഗംഭീരമായിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഈ 3 എടുക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാലോ. എനിക്ക് വേണ്ട. കറിവേപ്പിലേക്ക് അങ്ങനെ വെതറിയിട്ട് ഗംഭീരം ആക്കിയിട്ടിരിക്കുന്നു. കറി എടുക്കട്ടെ? നല്ല പൊളപ്പൻ മുട്ട റോസ്റ്റ് ഇല്ലേ, ഗ്രേവിയൊക്കെ അതിന്റെ മേലെ ഇട്ട് കഴിച്ചു നോക്കുന്നിട്ട് ഏതാ ആപ്പം കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ. എന്നിട്ടില്ലേ നല്ല സോഫ്റ്റ് ആൻഡ് അടിപൊളിയായിട്ട് സംഭവം കിട്ടിക്കാച്ചി ആപ്പാണ്. എന്നിട്ട് ഇങ്ങനെ ഗ്രേവിയൊക്കെ മുക്കി ഒരു മുട്ട പീസൊക്കെ എടുത്തിട്ട് കഴിച്ചാൽ അടിപൊളി പറഞ്ഞാൽ അടിപൊളി. കറി സൂപ്പറായി. ആപ്പത്തിനെ പോലെ കറിയും അടിപൊളിയായി. കറിയല്ല റോസ്റ്റ്. അപ്പൊ അത് കഴിച്ചാൽ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ കഴിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല. പുഷ്പം വന്നാലും പറ. അപ്പൊ എന്താ പറയാ, മാവ് ഇനി നിങ്ങൾക്ക് ഇതാ ഇത്രയും ഇനിയും ചുടാനുണ്ട്. നോക്കിക്കോളൂ. നമ്മളിപ്പോ 1/2 കിലോ മാവ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം. അപ്പൊ ഇത് രാവിലെ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കണ, വൈകിട്ട് ഉണ്ടാക്കാം. എപ്പോ വേണമെങ്കിലും സൗകര്യം പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. 1/2 കിലോ മാവിലാണ് ഞാൻ ഇത്രയും തയ്യാറാക്കിയിരിക്കുന്നത്. വലിയൊരു ഫാമിലിക്ക് 1/2 കിലോ മാവ് മതിയാവും. അത്ര ഉണ്ടാക്കിയ ലാവിഷായിട്ട് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി സൂപ്പറായി ടേസ്റ്റി ആയിട്ട് ഏത് കറിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിലിപ്പോ ഞാൻ ഇതില് ഈസ്റ്റ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. നാളികേരത്തിന്റെ വെള്ളവും പാലും മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഇത്രയും ആക്കിയിട്ട് നിങ്ങൾക്ക് മാവ് വൃത്തിയായി കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്നാണ് നമ്മളുടെ ഇഷ്ടം. കുട്ടികൾക്കാണ് വലിയവർക്കാണെങ്കിലും നമ്മുടെ നേരിട്ട് വീട്ടിലെ ഉണ്ടാക്കി സുഖമായിട്ടുള്ള ആപ്പം കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതേപോലെ ആപ്പം മാവ് ഉണ്ടാക്കി കുളിക്കാനൊക്കെ ഇത്തിരി ടൈം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ആപ്പം ഉണ്ടാക്കി കഴിച്ച് പുഷ്പമ്മനെ അറിയിക്കുക. എല്ലാവർക്കും അടിപൊളി ആപ്പമായിരിക്കും കിട്ടുക അങ്ങനെ ചെയ്താൽ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക. അടുത്ത വീഡിയോ ഒന്നാലും കാണാൻ പറ്റുള്ളൂ. അപ്പൊ പുഷ്പമ്മ അടുത്ത കിട്ടിക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാടിക്കച്ചല്ലേ.